വർഷങ്ങൾക്ക് ശേഷം ജയിൽ മോചിതയായ പ്രിയമതയെ കൊണ്ടുപോകാനായി സാജൻ എത്തി. അങ്ങനെ നീണ്ട 9 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ സാജനും പ്രിയമതയും ഒന്നിക്കുകയാണ്. സാജനെ പോലെ തന്നെ സാജൻ്റെ വീട്ടുകാരും പ്രിയമതയ്ക്കായുള്ള കാത്തിരിപ്പിലായിരുന്നു. സാജനും സാജൻ്റെ അമ്മയും അപ്പനും പ്രിയയുമായിട്ട് വളരെ സന്തോഷമായി തന്നെയായിരുന്നു പിന്നീടുള്ള അങ്ങോട്ടുള്ള ജീവിതം. സാജനും പ്രിയയ്ക്കും ഒപ്പം ഇപ്പോൾ ഒരു കുഞ്ഞു മാലാഖയും കൂടെ ഉണ്ട്. അമ്മാമ്മയ്ക്ക് തീരെ വയ്യാതെ ഇപ്പോൾ കിടപ്പിലാണ്. പ്രിയ തന്നെയാണ് അമ്മാമ്മയുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. ഇപ്പോഴും ആ വീട്ടിലെ എല്ലാവരുടെയും ജീവൻ തന്നെയാണ് പ്രിയ. ജയിൽ ശിക്ഷ അനുഭവിച്ച് വന്നെങ്കിൽ പോലും പ്രിയയുടെ അങ്ങനെയുള്ള ഒരു നീരസവും ആ വീട്ടിൽ ആർക്കും തന്നെയില്ല. ഇതാണ് പ്രിയയുടെ ആ വീട്. അന്ന് കൊലപാതകം നടന്ന ആ വീടാണിത്. വർഷങ്ങൾക്ക് ശേഷവും പ്രിയയുടെ അമ്മയും സഹോദരിയും ഇന്നും ഈ വീട്ടിൽ തന്നെയാണ് താമസം. ഭർത്താവ് മരണപ്പെട്ടപ്പോൾ രാജപ്പൻ്റെ ജോലി ചേച്ചിക്ക് കിട്ടി. ഇപ്പോൾ ഗവൺമെൻറ് ഉദ്യോഗസ്ഥയാണ് പ്രിയയുടെ ചേച്ചി. പ്രിയയുടെ യാതൊരു വിരോധമോ ദേഷ്യമോ ചേച്ചിക്കില്ല. സാഹചര്യങ്ങൾ കൊണ്ടാണ് അന്ന് പ്രിയയ്ക്ക് ആ കൊല ചെയ്യേണ്ടി വന്നതെന്ന് ചേച്ചിക്ക് അറിയാം. അതിനോടൊപ്പം തന്നെ അയാൾ പ്രിയയോടുള്ള മോശം രീതിയിലുള്ള പെരുമാറ്റവും എല്ലാം തന്നെ ചേച്ചിക്ക് സഹിക്കുന്നതിലപ്പുറമായിരുന്നു. അയാൾ മരണപ്പെട്ടതിൽ ഒരു ദുഃഖവും ചേച്ചിക്ക് ഇപ്പോഴുമില്ല. കാലം മാച്ചു കളയാത്ത ഓർമ്മകളൊന്നും തന്നെയില്ല. രാജപ്പൻ്റെ അമ്മ ഇപ്പോൾ പഴയ സ്വഭാവമെല്ലാം മാറി നന്മയുടെ വഴിയിലൂടെയാണ്. മകൻ്റെ സ്വഭാവ ദോഷം കൊണ്ട് തന്നെയാണ് മകൻ മരണപ്പെട്ടതെന്നും അമ്മയ്ക്ക് നന്നായിട്ട് മനസ്സിലായി. ഇപ്പോൾ കൊച്ചുമകളെയും സംരക്ഷിച്ച് മരുമകളുടെയും മരുമകളുടെ അമ്മയുടെയും ഒപ്പമാണ് രാജപ്പൻ്റെ അമ്മയുടെ ജീവിതം. സാജനും പ്രിയയും പറ്റുമ്പോഴെല്ലാം അമ്മയും സഹോദരിയും വന്ന് കാണാറുണ്ട്. പ്രിയയുടെ സഹോദരിയുടെ മകൾ ഇപ്പോൾ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയാണ്, പഠിക്കാൻ മിടുക്കിയുമാണ്. പ്രിയയുടെ അമ്മയൊക്കെ ആദ്യമൊക്കെ ഒരുപാട് അനുഭവിച്ചെങ്കിലും കൊലപാതകിയുടെ അമ്മ എന്നുള്ള പേരുമൊക്കെ വീണെങ്കിൽ പോലും ഇപ്പോൾ അവരെല്ലാവരും ഹാപ്പിയാണ്. ജീവിതത്തിലെ കഷ്ടപ്പാടുകളെല്ലാം കഴിഞ്ഞിപ്പോൾ സന്തോഷത്തിൻ്റെ കാലങ്ങളിലൂടെയാണ് അവരെല്ലാം കടന്നു പോകുന്നതും. പറ്റുമ്പോഴെല്ലാം സാജനും പ്രിയയും കാണാൻ ഫാദർ എത്താറുണ്ട്. സാജനും പ്രിയയും അവർക്ക് നഷ്ടപ്പെട്ടു പോയ ആ ദിനങ്ങളിലൂടെ കടന്നു പോവുകയാണ്. അവർക്ക് നഷ്ടപ്പെട്ടു പോയ ആ പ്രണയത്തിൻ്റെ ദിനങ്ങളെല്ലാം തന്നെ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. വളരെയധികം സന്തോഷകരമായി തന്നെയാണ് അവരുടെ ജീവിതം ഇപ്പോൾ മുമ്പോട്ട് പോകുന്നത്. സംഗീതവുമൊക്കെ ആയിട്ട് തന്നെയാണ് അവരുടെ ജീവിതം ഇങ്ങനെ മുമ്പോട്ട് പോകുന്നത്. സാജന് പ്രിയയോടുള്ള സ്നേഹവും പ്രിയയ്ക്ക് സാജനോടുള്ള സ്നേഹവും തന്നെ ഒട്ടും തന്നെ ഒരു കുറവും വന്നിട്ടില്ല. അത് വളരെയധികം ഇപ്പോഴും ശക്തമായി തന്നെ മുമ്പോട്ട് പോവുകയാണ്. ഇപ്പോൾ അവർക്കൊപ്പം അവരുടെ പ്രണയ ദിനങ്ങളിൽ ഒരു കുഞ്ഞു മാലാഖയും കൂടെ ഉണ്ട്. നഷ്ടപ്പെട്ടുപോയ ആ ദിനങ്ങളോർത്ത് പ്രിയ ഒരിക്കലും സങ്കടപ്പെടാറില്ല. കാരണം പ്രിയയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രിയപ്പെട്ടവരാണ് പ്രിയയുടെ അമ്മയും സഹോദരിയുമെല്ലാം. പ്രിയ ജോലി ചെയ്തിരുന്നതും ജീവിച്ചതും എല്ലാം തന്നെ അവർക്കും കൂടി വേണ്ടിയാണ്. അവരെല്ലാം ഇന്ന് വളരെ സന്തോഷമായി തന്നെ മുമ്പോട്ട് പോവുകയാണ്. അത് കാണുമ്പോൾ പ്രിയയ്ക്ക് ചെയ്തതിലൊന്നും ഒരു കുറ്റബോധവും സങ്കടവും നഷ്ടപ്പെട്ടു പോയ ദിനങ്ങളോർത്തൊന്നും പ്രിയ സങ്കടപ്പെടാറില്ല. പ്രിയ സന്തോഷിക്കുന്നതിനൊപ്പം തന്നെ പ്രിയയുടെ പ്രിയപ്പെട്ടവരും സന്തോഷത്തോടെ തന്നെ ജീവിക്കുക.